ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. 4 ജില്ലകളിൽ ഇന്ന് നടന്ന അവസാനഘട്ട വോട്ടെടുപ്പിൽ സാമാന്യം മികച്ച പോളിംഗ്. 77.31% പോളിംഗ് നടന്നതായി പ്രാഥമിക റിപ്പോർട്ട്. മറ്റന്നാൾ നടക്കുന്ന വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പദവി സംബന്ധിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. സംസ്ഥാനത്ത് ഇന്ന് 2707 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 4481 പേർ രോഗമുക്തി നേടി. ഇന്ന് 24 മരണം. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻമന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ജംഷഡ്പൂരിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടം വോട്ടെടുപ്പ് പൂർത്തിയായി. ചില്ലറ അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചാൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. പ്രാഥമിക റിപ്പോർട്ടുകൾ അനുസരിച്ച് മൂന്നാം ഘട്ടത്തിൽ 77.31% പോളിംഗ് രേഖപ്പെടുത്തിയതായാണ് സൂചന. മലപ്പുറം 77.78, കോഴിക്കോട് 77.58, കണ്ണൂർ 77.01, കാസർഗോഡ് 75.75 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്ക്. കോഴിക്കോട് കോർപ്പറേഷനിൽ 68.52%, കണ്ണൂർ കോർപ്പറേഷനിൽ 68.32% പോളിംഗ് രേഖപ്പെടുത്തി. രാവിലെ 7-ന് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6-ന് സമാപിച്ചു. ഈ ഘട്ടത്തിൽ 354 തദ്ദേശ സ്ഥാപനങ്ങളിലെ 6867 വാർഡുകളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ്. 4 ജില്ലകളിലായി 86 ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെ 89,75,000 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. 1105 പ്രശ്നബാധിത പോളിംഗ് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിരുന്നു. കനത്ത സുരക്ഷയിലായിരുന്നു വോട്ടെടുപ്പ്. കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാണ് 4 ജില്ലകളിലും വോട്ടെടുപ്പ് നടന്നത്. എല്ലാ ബൂത്തുകളിലും സാനിറ്റൈസർ ലഭ്യമാക്കിയിരുന്നു. കോവിഡ് ബാധിതരും രോഗനിരീക്ഷണത്തിൽ കഴിയുന്നവരും ആരോഗ്യവകുപ്പ് നൽകിയ സാക്ഷ്യപത്രം ഹാജരാക്കി പോളിംഗ് സ്റ്റേഷനിൽ നേരിട്ടെത്തി വോട്ട് രേഖപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ഉച്ചയോടെ തന്നെ 50% പോളിംഗ് രേഖപ്പെടുത്തി. വൈകിട്ടോടെ 77% കടന്നു. കോവിഡ് രോഗികൾക്ക് വോട്ട് ചെയ്യാനുള്ള സൌകര്യവും ബൂത്തുകളിൽ ഒരുക്കിയിരുന്നു. ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സംഘർഷം റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് നിന്നും നസീർ ബാബു ചേരുന്നു. ഹലോ നസീർ ബാബു, ജില്ലയിൽ പോളിംഗ് സുഗമമായി നടന്നല്ലോ. സംഘർഷം നടന്ന സ്ഥലങ്ങളിലെ സ്ഥിതി ഇപ്പോഴെങ്ങനെയുണ്ട്? പുതിയ വിവരങ്ങൾ ഇപ്പോൾ അവിടെ സ്ഥിതിഗതികൾ ശാന്തമായിട്ടുണ്ട്. അവിടെ ഒരു ആൾക്കൂട്ടം രൂപപ്പെട്ടതിനെ തുടർന്ന് പോലീസ് അത് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം ഉടലെടുത്തത്. പിന്നീട് അതിനെ നാട്ടുകാർ പ്രതിരോധിച്ചതോടുകൂടിയാണ് ഒരു ചെറിയ രൂപത്തിലുള്ള ബലപ്രയോഗവും അവിടെ ഉണ്ടായി. അതിനെ തുടർന്ന് അവിടുത്തെ പോലീസ് വാഹനങ്ങൾക്കും അതുപോലെ തന്നെ ചില പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ പിന്നീട് ആ രംഗം ശാന്തമാവുകയാണ് ഉണ്ടായത്. അത് ഇപ്പോൾ അവിടെ നിലവിൽ ഒരു സംഘർഷവും നിലനിൽക്കുന്നില്ല. മറ്റൊരു കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ശക്തമായ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. പ്രചരണ രംഗത്ത് കിട്ടേണ്ട ആവേശം തീർച്ചയായും പോളിംഗിലും പ്രതിഫലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികളും ആത്മവിശ്വാസത്തിലാണ്. കൂടുതൽ സീറ്റുകൾ നേടുമെന്നും കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ പിടിച്ച് വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികളുള്ളത്. ജില്ലയിൽ എടുത്തു പറയേണ്ടത് ജില്ലയിലെ രാമനാട്ടുകര മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ മുക്കം മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ ഇതിനകം 80% പോളിംഗ് കടന്നിട്ടുണ്ട്. ശരി, നന്ദി നസീർ ബാബു. നന്ദി, വിവരങ്ങൾ തന്നതിന് നന്ദി. കാസർഗോഡ് ജില്ലയിൽ രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചുവെങ്കിലും രാവിലെ തന്നെ മിക്ക ഇടങ്ങളിലും ശക്തമായ മഴയായതിനാൽ 10 മണിവരെ പോളിംഗ് മന്ദഗതിയിലായിരുന്നു. എന്നാൽ തുടർന്ന് ശക്തമായ പോളിംഗാണ് നടന്നത്. 75.75% വോട്ടെടുപ്പ് നടന്നതായി ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. ജില്ലയിൽ പോളിംഗ് അവസാനഘട്ടത്തിലേക്ക് കടന്നപ്പോൾ 11 പഞ്ചായത്തുകളുടെ പോളിംഗ് 80% കടന്നു. ജില്ലയിൽ ഇതുവരെയുള്ള പോളിംഗ് 77% മുകളിലാണ്. കിനാനൂർ, കരിന്തളം, പനത്തടി, വെസ്റ്റളരി, കയ്യൂർ, ചിമനി, ചെറുവത്തൂർ, വലിയ പറമ്പ, പിലിക്കോട്, കുറ്റിക്കോൽ, ബേഡെടുക്ക, വെള്ളൂർ, മടിക്കൈ, പുല്ലൂർ, പെരിയ തുടങ്ങിയ പഞ്ചായത്തുകളിൽ 80% മുകളിലാണ് പോളിംഗ്. ഇരു മുന്നണികളോടൊപ്പം NDAയും കടുത്ത വാശിയേറിയ മത്സരമാണ് കാസർകോട്ട് കാഴ്ചവെച്ചത്. കാസർകോട് ജില്ലയിൽ 2 ഇടങ്ങളിൽ ചെറിയ തോതിലുള്ള സംഘർഷങ്ങൾ ഒഴിച്ചാൽ ജില്ലയിൽ വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. പള്ളിക്കര ഹദ്ദ നഗറിലും മടിക്കയിലുമാണ് സംഘർഷമുണ്ടായത്. അതിനിടെ പോളിംഗ് കേന്ദ്രത്തിന് സമീപം LDF ബൂത്ത് ഏജന്റ് കുഴഞ്ഞു വീണ് മരിച്ചു. തളങ്കര തെരുവത്തെ അഫ്സൽ ഖാനാണ് മരിച്ചത്.
ഇന്ന് വൈകിട്ട് 3 മണിയോടെ പള്ളിക്കാൽ MILP സ്കൂളിൽ പ്രവർത്തിക്കുന്ന പോളിംഗ് കേന്ദ്രത്തിന് പുറത്താണ് അഫ്സൽ ഖാൻ കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവത്തെ 22ാം വാർഡിലെ LDF ബൂത്ത് ഏജന്റും CPM പ്രവർത്തകനുമായിരുന്നു അഫ്സൽ ഖാൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി ചേരിക്കൽ LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. പ്രതിപക്ഷ ഉപനേതാവ് ഡോക്ടർ MK മുനീർ കാരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ട് ചെയ്തത്. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ കോഴിക്കോട് അത്തോളി മൊടക്കല്ലൂർ AUP സ്കൂളിലും കോടിയേരി ബാലകൃഷ്ണൻ കോടിയേരി ബേസിക് UP സ്കൂളിലും വോട്ട് ചെയ്തു. മന്ത്രി EP ജയരാജൻ പാപ്പിനിശ്ശേരി അരോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. മന്ത്രി TP രാമകൃഷ്ണൻ കോഴിക്കോട് നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് കോഴിക്കോട് ഈസ്റ്റ് ഹിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ വോട്ട് രേഖപ്പെടുത്തി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഒന്നടങ്കം ഒപ്പമുണ്ടെന്നും LDF ഐതിഹാസിക വിജയം നേടുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വന്തം നാടായ പിണറായിയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരും തദ്ദേശ സ്ഥാപനങ്ങളും സ്ഥാനാർത്ഥികളുമുള്ള മലപ്പുറം ജില്ലയിൽ ഏറ്റവും ഒടുവിൽ ലഭ്യമായ കണക്കനുസരിച്ച് 77.78% വോട്ട് രേഖപ്പെടുത്തി. 6 മണിക്ക് ശേഷം കോവിഡ് ബാധിതരും ക്വാറന്റൈനിൽ കഴിയുന്നവരും പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കണക്കുകൂടി വരുന്നതോടെ ഏറ്റവും മികച്ച പോളിംഗ് ശതമാനത്തിലേക്ക് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തുമെന്നാണ് പ്രതീക്ഷ. വിശദാംശങ്ങളുമായി സുരേഷ് ബാബു. ഹലോ സുരേഷ് ബാബു, നല്ല ശതമാനം രേഖപ്പെടുത്തിയ ജില്ലയിലെ പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പ്രതിഫലനമാണ് ഇന്ന് മലപ്പുറം ജില്ലയിൽ കണ്ടത്. വലിയ തോതിൽ ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ഈ ചിലയിടങ്ങളിൽ അത് 80% പിന്നിട്ടിരിക്കുന്നു. 15 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 5ഇടത്തെങ്കിലും പോളിംഗ് ശതമാനം 80 പിന്നിട്ടതായാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന കണക്ക്. അരീക്കോട്, കൊണ്ടോട്ടി, കാളിക്കാവ്, നിലമ്പൂർ, മലപ്പുറം എന്നിവിടങ്ങൾ, അതായത് ജില്ലയുടെ ഏറനാട് മേഖലയിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമാണ് ഇവിടങ്ങളെല്ലാം തന്നെ 80% പോളിംഗ് എത്തിയിരിക്കുന്നു. നഗരസഭകളിൽ അവിടെയും മഞ്ചേരി, കൊണ്ടോട്ടി, വളാഞ്ചേരി, മലപ്പുറങ്ങാടി, മലപ്പുറം എന്നീ നഗരസഭകൾ ഏതാണ്ട് 80% അടുത്ത് പോളിംഗിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അവസാന കണക്കുകൾ ഇപ്പോൾ ക്വാറന്റൈനിൽ കഴിയുന്നവരും അതുപോലെ തന്നെ കൊറോണ ബാധിതരെല്ലാം തന്നെ വോട്ടിംഗ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാന കണക്കുകൾ എത്തുന്നതോടെ ഈ പോളിംഗ് ശതമാനം എല്ലായിടങ്ങളിലും വലിയ രീതിയിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. 80%-ഓളം പോളിംഗ് ഉയരും എന്നാണ് ഇപ്പോഴത്തെ കണക്ക്. ശരി സുരേഷ്, നന്ദി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF റെക്കോർഡ് വിജയം നേടുമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. UDF ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെയുള്ള ജനവിധിയാകും തെരഞ്ഞെടുപ്പെന്ന് വടകര മുക്കാളിയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മുല്ലപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു. രണ്ട് മുന്നണികൾക്കുമെതിരായ ശക്തമായ ജനവികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. കോഴിക്കോട് മൊടക്കല്ലൂരിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NDAയുടെ ഉജ്ജ്വല മുന്നേറ്റത്തിലൂടെ മൂന്നാം ബദൽ ശക്തമാകുമെന്നും ശ്രീ സുരേന്ദ്രൻ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ടിനെ ജനങ്ങൾ തള്ളിക്കളയുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ഏതാനും വോട്ടിനും സീറ്റിനും വേണ്ടി ആദർശങ്ങൾ ബലികഴിച്ച കോൺഗ്രസിനെ ജനങ്ങൾ തിരിച്ചറിയും. കോവിഡ്-19 മാനദണ്ഡങ്ങൾ പാലിച്ച് പോളിംഗ് ബൂത്തുകളിലെത്തി സമാധാനപരമായി വോട്ട് രേഖപ്പെടുത്തിയ വോട്ടർമാരെ കാനം രാജേന്ദ്രൻ അഭിനന്ദിച്ചു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിളക്കമാർന്ന വിജയം നേടുമെന്ന് കാനം പ്രസ്താവനയിൽ പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ രാവിലെ മുതൽ തന്നെ കനത്ത പോളിംഗാണ് നടന്നത്. വോട്ടിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. മന്ത്രിമാരുൾപ്പെടെ പ്രമുഖർ രാവിലെ തന്നെ വോട്ട് ചെയ്തു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 77.01% പോളിംഗ് നടന്നതായാണ് സൂചന. കണ്ണൂരിൽ നിന്നും KO ശശിധരൻ ചേരുന്നു. ഹലോ. കണ്ണൂരിൽ കനത്ത പോളിംഗാണ് നടന്നത്. 77.05% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇതിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത്. 77.73% സ്ത്രീകൾ കണ്ണൂർ ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്തി. നഗരസഭയുടെ കാര്യത്തിൽ ആന്തൂർ നഗരസഭയിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തുകയുണ്ടായി. 87.99% പോളിംഗ് ആണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ പയ്യന്നൂർ, ഇരിട്ടി നഗരസഭകളിലും 80%-ൽ കൂടുതൽ വോട്ടർമാർ ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിൽ 11 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് കണ്ണൂർ ജില്ലയിലുള്ളത്. ഇതിൽ പയ്യന്നൂർ അതുപോലെ തന്നെ തളിപ്പറമ്പ് 2 ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും പോളിംഗ് ശതമാനം 80-ൽ കൂടുതലാണ്. സമാധാനപരമായിരുന്നു ഇന്നത്തെ വോട്ടെടുപ്പ്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ജില്ലയിൽ പോലീസ് ഒരുക്കിയിരുന്നു. നന്ദി ശശിധരൻ. ഡിസംബർ 16 നടക്കുന്ന വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശം നൽകി. കോവിഡ് ബാധിതർക്ക് വിതരണം ചെയ്ത സ്പെഷ്യൽ തപാൽ വോട്ടുകൾ ഉൾപ്പെടെയുള്ള പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക.
സംസ്ഥാനത്താകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. കോവിഡ് മുൻകരുതലിന്റെ ഭാഗമായി വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ നാളെ അണുവിമുക്തമാക്കും. കൌണ്ടിംഗ് ഓഫീസർമാർ കയ്യുറയും മാസ്കും ഫേസ് ഷീൽഡും ധരിക്കും. കൌണ്ടിംഗ് ഹാളിലെത്തുന്ന സ്ഥാനാർത്ഥികളും കൌണ്ടിംഗ് ഏജന്റുമാരും മാസ്കും സാനിറ്റൈസറും ഉപയോഗിക്കണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പദവി സംബന്ധിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. സർക്കാരിന്റെയും കമ്മീഷന്റെയും ഇതു സംബന്ധിച്ച ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു. അധ്യക്ഷ പദവി 3ാം തവണയും സംവരണമായാൽ അത് പൊതുവിഭാഗമാക്കേണ്ടതില്ലെന്നും കോടതി പറഞ്ഞു. പഞ്ചായത്ത്, മുനിസിപ്പൽ ചട്ടങ്ങൾ പാലിക്കാതെയാണ് നേരത്തെയുള്ള ഉത്തരവെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് ഇന്ന് 2707 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 222, മലപ്പുറം 441, എറണാകുളം 343, തൃശൂർ 268, കോട്ടയം 252, ആലപ്പുഴ 220, കോഴിക്കോട് 219, പാലക്കാട് 190, കൊല്ലം 160, കണ്ണൂർ 136, പത്തനംതിട്ട 133, വയനാട് 61, ഇടുക്കി 47, കാസർഗോഡ് 15 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്ക്. 4481 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 31,893 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8.49 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 24 മരണങ്ങൾ കോവിഡ്-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 51 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 37 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചു. 4481 പേരുടെ പരിശോധനാഫലം നെഗറ്റീവാണ്. ഇന്ന് ഒരു പുതിയ ഹോട്ട്സ്പോട്ടാണുള്ളത്. 4 പ്രദേശങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്ത് സന്ദർശിക്കും. കച്ചിലെ നിരവധി വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. ഉപ്പുവെള്ള ശുദ്ധീകരണ പ്ലാന്റ്, സംയോജിത ഊർജ്ജോൽപാദന പാർക്ക്, പാൽ സംസ്കരണ പ്ലാന്റ് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നാളെ ആരംഭിക്കുന്നത്. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 95%ത്തോളമായി. കഴിഞ്ഞ 24 മണിക്കൂറിൽ 30,600 പേർ രോഗമുക്തി നേടിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ രോഗമുക്തരായവരുടെ എണ്ണം 94 ലക്ഷത്തോളമായി. രാജ്യത്ത് ഇതുവരെ 15.5 കോടി കോവിഡ് പരിശോധനകൾ നടത്തി. ഇന്നലെ മാത്രം 8.5 ലക്ഷത്തിലധികം ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെന്ന് ICMR അറിയിച്ചു. 51ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഹൈബ്രിഡ് രൂപത്തിൽ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. ന്യൂഡൽഹിയിൽ കൊറോണ വൈറസിനെ ആധാരമാക്കിയുള്ള അന്താരാഷ്ട്ര കൊറോണ വൈറസ് ചലച്ചിത്രമേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന ചലച്ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് ഓൺലൈനായി കാണാനാകുമെന്ന് ശ്രീ പ്രകാശ് ജാവ്ദേക്കർ അറിയിച്ചു. അതേസമയം ഉദ്ഘാടന സമാപന പരിപാടികൾ ഗോവയിൽ ഒരു ചെറു സദസ്സിൽ സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മേളയിൽ ഈ വർഷം 21 നോൺ ഫീച്ചർ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അഖിലേന്ത്യാ കിസാൻ ഏകോപന സമിതിയുമായി ബന്ധപ്പെട്ട 10 സംഘടനകൾ കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറിനെ ന്യൂഡൽഹിയിൽ സന്ദർശിച്ചു. കേന്ദ്ര സർക്കാരിലെ പുതിയ കാർഷിക പരിഷ്കരണ നിയമങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന് കർഷക സംഘടനകൾ അറിയിച്ചു. കേരളം, ഉത്തർപ്രദേശ്, തമിഴ്നാട്, തെലങ്കാന, ബീഹാർ, ഹരിയാന തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ശ്രീ തോമറിനെ ഇന്ന് സന്ദർശിച്ചത്. ഉത്തരാഖണ്ഡിൽ നിന്നുള്ള കർഷകരുടെ സംഘവും ഹരിയാനയിൽ നിന്ന് ഭാരതീയ കിസാൻ യൂണിയൻ മാൻ വിഭാഗം അടക്കം 2 സംഘടനകളും സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലാരിവട്ടം പാലം അഴിമതിക്കേസിൽ മുൻ മന്ത്രി VK ഇബ്രാഹിംകുഞ്ഞിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ഇപ്പോൾ ഇബ്രാഹിംകുഞ്ഞ് കൊച്ചിയിൽ ചികിത്സയിലാണ്. ആശുപത്രി വിട്ട ശേഷം ഇബ്രാഹിംകുഞ്ഞിന് ജാമ്യാപേക്ഷ സമർപ്പിക്കാമെന്ന് ഹൈക്കോടതി പറഞ്ഞു. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റിയും ജംഷഡ്പൂരും ഏറ്റുമുട്ടും. വൈകിട്ട് 7:30-നാണ് മത്സരം. മുഴുവൻ സമയ പരിചരണം ആവശ്യമുള്ള രോഗികളുടെ സഹായികൾക്ക് മാസം 600 രൂപ വീതം സഹായം നൽകുന്ന ആശ്വാസകിരണം പദ്ധതി കുടിശ്ശികയില്ലാതെ നടപ്പിലാക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. പദ്ധതിക്ക് കീഴിൽ കൂടുതൽ വിഭാഗങ്ങളെ കൊണ്ടുവരുമ്പോൾ അതിനാവശ്യമായ ഫണ്ട് കൂടി വകയിരുത്തണമെന്നും കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആവശ്യപ്പെട്ടു. പദ്ധതിയിൽ നിന്നും 17 മാസമായി ധനസഹായം കിട്ടാറില്ലെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഉത്തരവ്. കൊച്ചിയിൽ വീട്ടുജോലിക്കാരി ഫ്ളാറ്റിൽ നിന്ന് വീണ് മരിച്ച സംഭവത്തിൽ പുനരന്വേഷണം വേണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ പറഞ്ഞു. കേസിൽ ദുരൂഹതയുണ്ടെന്നും ഫ്ളാറ്റ് ഉടമ ഇതിനു മുമ്പ് 14 വയസ്സുള്ള കുട്ടിയെ വീട്ടിൽ നിർത്തി ജോലി ചെയ്യിക്കുകയും ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്ത കേസിൽ പ്രതിയാണെന്നും അവർ പറഞ്ഞു.
അന്ന് ദുർബലമായ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തതെന്നും അവർ കൂട്ടിച്ചേർത്തു. കൊച്ചിയിൽ വനിതാ കമ്മീഷൻ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു ജോസഫൈൻ. ഇന്ന് കമ്മീഷൻ 56 കേസ് പരിഗണിച്ചു, 12 എണ്ണം തീർപ്പാക്കി. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായ ഇന്ന് സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. സുസ്ഥിര ഉപയോഗത്തിനുവേണ്ടി ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുക, പരിസ്ഥിതി സൌഹൃദ ഊർജ്ജ സ്രോതസ്സുകൾക്ക് കൂടുതൽ ഊന്നൽ നൽകുക എന്നിവയാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത്. റിസർവേഷനില്ലാതെ യാത്ര ചെയ്യാൻ കഴിയും വിധം ടിക്കറ്റുകൾ വിതരണം ചെയ്യുന്നുവെന്ന മാധ്യമ വാർത്തകൾ ശരിയല്ലെന്ന് റെയിൽവേ. മുൻകൂർ റിസർവേഷനുള്ള പ്രത്യേക ട്രെയിൻ സർവീസുകൾക്ക് മാത്രമേ ഇപ്പോൾ അനുവാദം നൽകിയിട്ടുള്ളൂവെന്ന് റെയിൽവേ അറിയിച്ചു. നിലവിൽ ഉത്സവകാല സർവീസുകൾ ഉൾപ്പെടെ 236 പ്രത്യേക ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നതെന്ന് റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. 4 ജില്ലകളിൽ ഇന്ന് നടന്ന അവസാനഘട്ട വോട്ടെടുപ്പിൽ സാമാന്യം മികച്ച പോളിംഗ്. 77.31% പോളിംഗ് നടന്നതായി പ്രാഥമിക റിപ്പോർട്ട്. മറ്റന്നാൾ നടക്കുന്ന വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പദവി സംബന്ധിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. സംസ്ഥാനത്ത് ഇന്ന് 2707 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 4481 പേർ രോഗമുക്തി നേടി. ഇന്ന് 24 മരണം. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻമന്ത്രി വി.കെ. ഇബ്രാഹിംകുഞ്ഞിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ജംഷഡ്പൂരിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.